കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി ശക്തമാകുന്നതിനിടെ കെ.സി. വേണുഗോപാലിനെ വീണ്ടും പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PCC അധ്യക്ഷനാക്കി നിയമിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതോടെ മുഖ്യമന്ത്രി പോരാട്ട ഭൂമികയിൽ ഇനി കെ.സി. വേണുഗോപാൽ എന്ന പേര് അപ്രസക്തമാവുകയാണോ എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ജനവിധി അറിയാൻ ഇനി അവശേഷിക്കുന്നത് വെറും 48 മണിക്കൂർ മാത്രമാണ്. അതിനിടയിലാണ് PCC അധ്യക്ഷ പദവിയിൽ കെ.സി. തന്നെ തുടരുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ കണ്ണും മനസ്സുമായി പ്രവർത്തിക്കുന്ന കെ.സി. വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രി പദവിയിൽ മാത്രമായി ഒതുക്കാൻ രാഹുൽ താല്പര്യം കാണിക്കുമോ എന്നതായിരുന്നു സംശയം. PCC അധ്യക്ഷനായി തുടരുമെന്ന് നിർദ്ദേശിച്ചതോടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉടനെ പോകേണ്ട എന്ന നിർദ്ദേശമാണോ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നതെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ഈ നിയമനം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പ്രഖ്യാപിച്ചത്. ലോക്സഭയിൽ നിന്നുള്ള 15 പേരും രാജ്യസഭയിൽ നിന്നുള്ള 7 പേരും ഉൾപ്പെടെ 22 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. ജോൺ മത്തായി, CM സ്റ്റീഫൻ, KV തോമസ് എന്നിവർക്ക് ശേഷം ഈ നിർണായക പദവിയിലെത്തുന്ന 4ാമത്തെ മലയാളിയാണ് കെ.സി. വേണുഗോപാൽ. 1967 മുതൽ പ്രതിപക്ഷത്തിനാണ് PAC അധ്യക്ഷ സ്ഥാനം നൽകി വരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് കെ.സി. വേണുഗോപാലിനെ തേടി ഈ ദേശീയ പദവി എത്തുന്നത്. UDF അധികാരത്തിൽ വന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊപ്പം കെ.സി. വേണുഗോപാലിന്റെ പേരും സജീവമായി പരിഗണിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിൽ PAC അധ്യക്ഷ സ്ഥാനം ലഭിച്ചത് വേണുഗോപാലിന്റെ രാഷ്ട്രീയ സ്വാധീനം ദേശീയ സംസ്ഥാന തലങ്ങളിൽ വീണ്ടും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുമുണ്ട്. അതിനിടയിൽ കെ.സി. വേണുഗോപാലിനെ വാഴ്ത്തുന്ന റിയൽ ലീഡർ ഡോക്യുമെന്ററി ഇപ്പോൾ പുറത്തിറക്കേണ്ടതില്ല എന്ന തീരുമാനവും പുറത്തു വരുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ടതിന് പിന്നാലെയാണ് ഈ നടപടി. മുഖ്യമന്ത്രി വിവാദം കത്തിപ്പടരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് തീരുമാനം വന്നത്. 10 ദിവസം മുൻപ് കെ.സിയെ വെച്ച് ആലപ്പുഴയിലും കണ്ണൂരുമായി ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ UDFന് അനുകൂലമായതോടെ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാവുന്നുണ്ടായിരുന്നു. വോട്ടെണ്ണൽ കാത്തുനിൽക്കാതെ തന്നെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്കായി അണികൾ രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ഇതിനിടയിൽ എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചത് VD സതീശനെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം സതീശനെ ലക്ഷ്യം വെച്ചത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു രക്ഷകൻ പരിവേഷം നൽകിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും കെ.സി. വേണുഗോപാൽ വഹിച്ച പങ്ക് എടുത്തു പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ രംഗത്തുള്ളത്. അതേസമയം ദീർഘകാലത്തെ ഭരണ പരിചയവും മുന്നണി നേതാക്കളുമായുള്ള അടുത്ത ബന്ധവുമാണ് രമേശ് ചെന്നിത്തലയുടെ കരുത്ത്. അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള AI വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇതിനിടയിലാണ് കെ.സിയെ ഇപ്പോൾ PCC അധ്യക്ഷനാക്കി നിയമിച്ചിരിക്കുന്നത്. ഇതോടെ ഈ റേസിൽ നിന്ന് കെ.സി പിന്മാറുമോ എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കളും അണികളും. രാഹുൽ ഗാന്ധി വടിയെടുത്തതോടെ ഒറ്റ പേരിലേക്ക് AICC എത്തിയതായുള്ള സൂചനകളും ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്.